നമസ്കാരം. പ്രധാന വാർത്തകൾ. സർക്കാർ തീരുമാനിച്ച പദ്ധതിക്ക് CPM എതിര്. പരസ്യമായി രാജ്യഭീഷണി മുഴക്കി ചിറ്റൂർ തത്തമംഗലം നഗരസഭ ചെയർപേഴ്സൺ പ്രകോപിതയായത്. ചിറ്റൂർ പുഴപ്പാലത്ത് കക്കൂസ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ CPM പ്രാദേശിക നേതൃത്വം നിലയുറപ്പിച്ചതോടെ പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന് സുരക്ഷ കൂട്ടി. കമാൻഡോസിനെ നിയോഗിക്കുമെന്ന് DGP. ആന്റി ഡ്രോൺ സിസ്റ്റവും നടപ്പാക്കും. ശോഭാ സുരേന്ദ്രന്റെ വീടിന്റെ പരിസരത്ത് പൊട്ടിയത് ഗുണ്ട്. സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. സംഭവത്തിന് പിന്നിൽ ഗുണ്ട് പൊട്ടിയ വീട്ടിലെ യുവാവിന്റെ സുഹൃത്തുക്കൾ. ശോഭാ സുരേന്ദ്രന്റെ വീടിനു നേരെയുണ്ടായ ആക്രമണമല്ലെന്ന് പോലീസ്. സംസ്ഥാനതല പട്ടയമേളയ്ക്ക് സംഘാടക സമിതിയായി. മേള മെയ് 8 പാലക്കാട്ട്. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ പട്ടയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കണമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ മന്ത്രി K. കേളുവിന്റെ പാലക്കാട് മെഡിക്കൽ കോളേജ് സന്ദർശനം. കരാറുകാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിയുടെ ശകാരം. കൊറിയർ മുഖേന 4 കിലോ കഞ്ചാവ് അയച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. അറസ്റ്റിലായത് മുതലമട സ്വദേശി ആഷിഖ് അലി. MDMA കേസിൽ അറസ്റ്റിലായ വിദേശ പൗരനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. പട്ടാമ്പിയെ വൈജ്ഞാനിക മണ്ഡലമാക്കാനുള്ള പരിശ്രമം തുടരുന്നു. MLAയുടെ നേതൃത്വത്തിൽ മുളങ്ങുന്നുത്തുക വക്കീലയിൽ പ്രത്യേക യോഗം ചേർന്നു. ഒരു അസംബ്ലി മണ്ഡലത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കാനുള്ള നടപടികൾ രാജ്യത്ത് ഇതാദ്യം. വാർത്തകൾ വിശദമായി. സർക്കാർ തീരുമാനിച്ച പദ്ധതിക്ക് CPM എതിര്. പരസ്യമായി രാജ്യഭീഷണി മുഴക്കി ചിറ്റൂർ തത്തമംഗലം നഗരസഭ ചെയർപേഴ്സൺ KL കവിത. ഏറെക്കാലത്തിനു ശേഷം കഴിഞ്ഞ തവണയാണ് CPM ചിറ്റൂർ തത്തമംഗലം നഗരസഭ ഭരണം പിടിച്ചത്. ചിറ്റൂർ പുഴപ്പാലത്ത് വരുന്ന കക്കൂസ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ പ്രാദേശിക CPM നേതൃത്വം നിലയുറപ്പിച്ചതാണ് ചെയർപേഴ്സണെ പ്രകോപിതയാക്കിയത്. പുഴപ്പാലത്തിന് സമീപം കക്കൂസ് മാലിന്യ സംസ്കരണ കേന്ദ്രം നിർമ്മിക്കാനാണ് നിർദ്ദേശം. പദ്ധതി വിശദാംശങ്ങൾ പുറത്തുവന്നതോടെ സമീപവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ തീരുമാനമെടുത്ത കക്കൂസ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ പ്രാദേശിക CPM നേതൃത്വവും രംഗത്തെത്തി. പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ മുന്നോടിയായി മണ്ണ് പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് CPM നേതൃത്വം ചെയർപേഴ്സണെതിരെ തിരിഞ്ഞത്. ഇതിൽ പ്രകോപിതയായാണ് ചെയർപേഴ്സൺ കവിത രാജ്യഭീഷണി മുഴക്കിയത്. ജനങ്ങളോട് കേട്ടുകൊണ്ടിരിക്കേണ്ടതാ. ആവശ്യമില്ലാത്ത വർത്തമാനത്തിന് സാമിയേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ പാർട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. 6 മാസം മുമ്പ് ഇതിന്റെ ഉള്ളിൽ അങ്ങനെ ചാവണവരെ കെട്ടിയിരിക്കാനൊന്നും ഞാൻ ആരോടും പ്രോമിസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് വേണ്ട, 5 വർഷമേ എനിക്ക് വേണ്ട. പോലീസ് സുരക്ഷയിലാണ് ഒടുവിൽ മണ്ണ് പരിശോധന നടത്തിയത്. ഏറെ കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ തവണയാണ് CPM ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ഭരണം പിടിച്ചെടുത്തത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശോഭാ സുരേന്ദ്രന്റെ വീടിന്റെ പരിസരത്ത് പൊട്ടിയത് ഗുണ്ട്. സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. ഗുണ്ട് പൊട്ടിയ വീട്ടിലെ യുവാവിന്റെ സുഹൃത്തുക്കളാണ് സംഭവത്തിന് പിന്നിൽ. ശോഭാ സുരേന്ദ്രന്റെ വീടിനു നേരെയുണ്ടായ ആക്രമണം അല്ലെന്നാണ് പോലീസ് നിഗമനം. ഗുണ്ട് പൊട്ടിച്ചവർക്ക് മറ്റു ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തവരെ വെസ്റ്റ് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന് സുരക്ഷ കൂട്ടി. സുരക്ഷയ്ക്ക് പ്രത്യേക കമാൻഡോകളെ നിയോഗിക്കുമെന്ന് DGP വ്യക്തമാക്കി. ആന്റി ഡ്രോൺ സിസ്റ്റവും നടപ്പാക്കും. പൂരത്തിന് പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെങ്കിലും ആഘോഷത്തിന്റെ ഒഴുക്കിനെ തടസ്സമാകാത്ത രീതിയിൽ സുരക്ഷ ഒരുക്കാനാണ് ലക്ഷ്യം. പൂരം വളരെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 മാസം മുമ്പ് തന്നെ ഇതിൻ്റെ നടപടിക്ക് ആവശ്യമുള്ള നടത്തിപ്പിന് വേണ്ടി ആവശ്യമുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് പലതവണ പല ലെവലിലും മീറ്റിംഗ്സൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് പൂരം വളരെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്.
ഇനി ഫൈനൽ കൗണ്ടിങ് ഡേയ്സ് മാത്രമേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂരം ഡിപ്ലോയ്മെൻറ്റ് ഇങ്ങനെയാണ്. ഏകദേശം 4000 കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ പോവുകയാണ്. അതിലെ 35 DYSPമാർ, 71 ഇൻസ്പെക്ടറും, 50ഓളം ഡയറക്റ്റ് റിക്രൂട്ട് SIസും, ASI SCPO 280, പിന്നെ CPO 3400 കൂടാതെ 200ഓളം വുമൻ CPOമാരും ഈ വർഷം വിന്യസിക്കാൻ പോവുകയാണ്. ഇത് കൂടാതെ 2 പ്ലട്ടൂൺ കമാൻഡോസും 1 കമ്പനി NDRFന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്ര ഡിപ്ലോയ്മെൻറ്റാണ് നമ്മൾ ഈ വർഷം നടത്താൻ പോകുന്നത്. ഇത് കൂടാതെ നമ്മൾ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടി 10 ഡ്രോൺസും പിന്നെ ഒരു ആൻറ്റി ഡ്രോൺ സിസ്റ്റം കൂടി വിന്യസിക്കാൻ പോവുകയാണ്. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ പട്ടയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട്ട് സംസ്ഥാനതല പട്ടയമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പട്ടയമില്ലാത്തവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ നടപടി ഉണ്ടാകണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മെയ് 8 നടക്കുന്ന സംസ്ഥാനതല പട്ടയമേള പാലക്കാട് കോട്ടമൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 30,000 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുക. ജില്ലയിൽ 9,000 പട്ടയങ്ങളിൽ 4,500 പട്ടയങ്ങളുടെ വിതരണം അന്നേ ദിവസം തന്നെ നടക്കും. പട്ടയ വിതരണത്തിനായി 20 കൗണ്ടറുകൾ ഒരുക്കും. സംഘാടക സമിതി ജനറൽ കമ്മിറ്റി ചെയർമാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കൺവീനർ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമാണ്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മുഖ്യ രക്ഷാധികാരിയും മന്ത്രി MP രാജേഷ്, VK ശ്രീകണ്ഠൻ MP, കെ രാധാകൃഷ്ണൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ എന്നിവർ രക്ഷാധികാരികളുമാണ്. ഏകോപന സമിതി ചുമതല ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജനായിരിക്കും. 9 സബ് കമ്മിറ്റികളുടെ രൂപീകരണവും നടന്നു. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ MLA കെ ബാബു അധ്യക്ഷത വഹിച്ചു. കളക്ടർ ജി പ്രിയങ്ക, സബ് കളക്ടർ മിഥുൻ പ്രേംരാജ്, ADM കെ മണികണ്ഠൻ, മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ, തഹസിൽദാർമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ മന്ത്രി കെ കേളുവിൻ്റെ പാലക്കാട് മെഡിക്കൽ കോളേജ് സന്ദർശനം. ഇഴഞ്ഞു നീങ്ങുന്ന നിർമ്മാണ പ്രവൃത്തിയിലും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ പാളിച്ചയിലും അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി കരാറുകാരെയും മെഡിക്കൽ കോളേജ് ഉന്നത ഉദ്യോഗസ്ഥരെയും ശകാരിച്ചു. മെഡിക്കൽ കോളേജിൽ 3 മണിക്കൂർ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവൃത്തികളും സാങ്കേതിക സംവിധാനങ്ങളും മന്ത്രി നേരിട്ട് പരിശോധിച്ചത്. നിർമ്മാണ പ്രവൃത്തികൾക്ക് 4 തവണ സമയം നീട്ടി നൽകിയിട്ടും കെട്ടിടങ്ങൾ കൈമാറാത്തതിനെതിരെയായിരുന്നു കരാറുകാർക്കും പൊതുമരാമത്ത് ജീവനക്കാർക്കും ശകാരം. പട്ടികജാതി വകുപ്പിന് കീഴിൽ ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിച്ച പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെയും ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെയും കുറവ് 1 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. CT സ്കാൻ ഉൾപ്പെടെ വാങ്ങാനായി 23 കോടിയുടെ പദ്ധതി സമർപ്പിച്ചെങ്കിലും സർക്കാർ അനുമതി നൽകിയിട്ടില്ല. ഇതുൾപ്പെടെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് മന്ത്രി ആവർത്തിച്ചു. മെഡിക്കൽ കോളേജിൽ മോർച്ചറി പോലും ആരംഭിക്കാത്തതിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനം നേരിടുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ സന്ദർശനം. കരാറുകാരുടെ പ്രതിസന്ധി പരിഹരിക്കപ്പെടാത്തതാണ് നിർമ്മാണ പ്രവൃത്തികൾ ഇഴയാൻ കാരണം. മെഡിക്കൽ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, മെഡിക്കൽ കോളേജ് ആക്ഷൻ കൗൺസിൽ എന്നിവർ വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യങ്ങളിൽ പരിഹാരമോ തുടർ നടപടിയോ ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിന് മുന്നോടിയായാണ് മന്ത്രി കേളുവിൻ്റെ മെഡിക്കൽ കോളേജ് സന്ദർശനം. മെഡിക്കൽ കോളേജ് പരിസരത്ത് ആവശ്യത്തിന് വെളിച്ചം പോലും ഇല്ലാതിരിക്കെയാണ് മന്ത്രി കേളു ടോർച്ചിൻ്റെയും മൊബൈൽ വെളിച്ചത്തിലും നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കര എളനാട് തിരുമണിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. എളനാട് 11ാം വാർഡ് തിരുമണിയിൽ കർഷകരായ കൃഷ്ണൻ്റെയും മനോജിൻ്റെയും കാർഷിക വിളകളാണ് കാട്ടാനകളുടെ വിളയാട്ടത്തിൽ നശിച്ചത്. കർഷകനായ കൃഷ്ണൻ്റെ 15ലധികം വാഴകൾ നശിപ്പിക്കപ്പെട്ടു. അതിർത്തി പ്രദേശമായ വനമേഖലയിൽ നിന്നും വന്നെത്തിയ കാട്ടാനകൾ കമ്പിവേലി തകർത്താണ് അതിരാവിലെ കൃഷ്ണൻ്റെ കൃഷിയിടത്തിലെത്തിയത്. ചക്കയും വലിച്ചു തിന്ന ശേഷം ആനകൾ കൃഷിയിടത്തിലെ വെള്ളട്ടാങ്കിലെ വെള്ളവും കുടിച്ചാണ് പിൻവാങ്ങിയത്. മനോജിൻ്റെയും കൃഷിയിടത്തിലെ തെങ്ങുകളും കവുങ്ങും മറ്റും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് കാർഷിക വിളകളും നശിച്ചു. വന്നെത്തിയ കാട്ടാനകൾ മാവിൻ കൊമ്പ് ഒടിച്ച് മാങ്ങകളും പറിച്ചു തിന്നാണ് മടങ്ങിയത്. പ്രദേശവാസികളായ കർഷകർ ഏറെ അസ്വസ്ഥരായിരിക്കുകയാണ്. എളനാട് ഫോറസ്റ്റ് ഓഫീസർ സനലടങ്ങിയ വനപാലകർ കാട്ടാനകൾ നശിപ്പിച്ച കൃഷിയിടങ്ങൾ സന്ദർശിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം നീതു ഷൈജു, കൂടാതെ കേരള കർഷക സംഘം നേതാക്കളായ KC ജോർജ്, PT സാജു, M പൊന്നുമണി തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. ജില്ലാ നേതാക്കളെയും വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ തിരുമണി പ്രദേശത്തെ നിവാസികൾക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്നതിന് കർഷക സംഘവും സർക്കാരും
എല്ലാം ജാഗ്രതയോടുകൂടി ഇതിൻ്റെ പുറകിലുണ്ടായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പിയെ വൈജ്ഞാനിക നിയോജക മണ്ഡലമാക്കി മാറ്റാനുറച്ച് മുഹമ്മദ് മുഹസിൻ MLA. തുടർ നടപടികൾ എന്നോണം കിലയിൽ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു മണ്ഡലത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കി മാറ്റാനുള്ള നടപടികൾ പട്ടാമ്പിയിൽ പുരോഗമിക്കുന്നതെന്നും MLA പറഞ്ഞു. പട്ടാമ്പിയെ ഇന്ത്യയിലെ ആദ്യത്തെ വൈജ്ഞാനിക നിയോജകമണ്ഡലമാക്കി മാറ്റുന്നുള്ള നടപടികളാണ് മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തുടർ നടപടി എന്നോണം കിലയിൽ MLAയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു അസംബ്ലി മണ്ഡലത്തെ വൈജ്ഞാനിക നിയോജക മണ്ഡലമാക്കി മാറ്റുന്നുള്ള നടപടികൾ ആരംഭിച്ചതെന്ന് MLA അറിയിച്ചു. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ 2024 ഒക്ടോബർ 13 MLAയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി യൂത്ത് സമ്മിറ്റ് ചേർന്നിരുന്നു. ലോകത്ത് വിദ്യാഭ്യാസവും ടെക്നോളജിയും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് പട്ടാമ്പി മണ്ഡലത്തിൽ വിദ്യാഭ്യാസ പരിപാടികൾക്ക് ഊന്നൽ നൽകി ജനങ്ങൾക്ക് പുതിയ അറിവിൻ്റെ മേഖലകളിലേക്ക് വഴി തുറന്നു നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും പ്രായഭേദമന്യേ എല്ലാവർക്കും നവവിദ്യാഭ്യാസം നൽകി ശാക്തീകരിക്കുന്നതിനുമായാണ് ലേണിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി ആവിഷ്കരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കൊറിയർ മുഖേന 4 കിലോയിലധികം കഞ്ചാവ് അയച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. പാലക്കാട് മുതലമട സ്വദേശി വലിയപള്ള ദേശത്ത് സയ്യിദ് മൻസിലിൽ 25 വയസ്സുള്ള ആഷിഖ് അലിയെയാണ് ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. 2024 ഒക്ടോബർ 18 കേസിനാസ്പദമായ സംഭവം. കൊക്കാലയിലുള്ള കൊറിയർ സ്ഥാപനത്തിൽ 2 പാഴ്സലുകൾ വന്നിട്ടുണ്ടെന്നും അതിൽ കഞ്ചാവുണ്ടെന്നും സംശയിക്കുന്നതായി കൊറിയർ സ്ഥാപനത്തിൽ നിന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ കൊറിയർ പാക്കറ്റിൽ നിന്ന് 4 കിലോ 168 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. ഇക്കാര്യത്തിന് തൃശൂർ സിറ്റി ACP സലീഷൻ ശങ്കരൻ്റെ നിർദ്ദേശപ്രകാരം ഈസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിൽ നെടുപുഴ സ്വദേശിയായ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് മുംബൈയിൽ നിന്ന് കഞ്ചാവ് കൊറിയറായി അയച്ചെന്ന വിവരം ലഭിച്ചു. അന്വേഷണ സംഘം മുംബൈയിലെത്തുകയും വിശദമായ പരിശോധനയിൽ മുംബൈ സ്വദേശിയായ യോഗേഷ് ഗണപത് റൊക്കാഡെ എന്നയാളെ പിടികൂടുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ 2 പേരെയും റിമാൻഡ് ചെയ്തു. വീണ്ടും ഈ കേസിലെ അന്വേഷണത്തിലാണ് കൊറിയറിൽ അയക്കുന്ന പാഴ്സലുകൾ ചിറ്റൂർ സ്വദേശിയാണ് കൈപ്പറ്റുന്നത് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് മുതലമട സ്വദേശിയെ അതീവ രഹസ്യമായി പിന്തുടർന്ന് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണത്തിൽ പ്രതിക്ക് തൃശൂർ കസ്റ്റംസ് ഓഫീസിൽ നിലവിൽ കേസുണ്ടെന്നറിഞ്ഞിട്ടുണ്ട്. ജിം, ഫിറ്റ്നസ് സ്ഥാപനങ്ങൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. അന്വേഷണ സംഘത്തിൽ തൃശൂർ ടൗൺ ഈസ്റ്റ് ഇൻസ്പെക്ടർ ജിജോ MJ, സബ് ഇൻസ്പെക്ടർ ബിബിൻ P. നായർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രതീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ്, ദീപക്, അജ്മൽ, സൂരജ് എന്നിവരാണുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. MDMA കേസിൽ അറസ്റ്റ് ചെയ്ത വിദേശ പൗരനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ടാൻസാനിയ സ്വദേശി 26 വയസ്സുള്ള അബ്ദുൽ ഹാമദ് മക്കാമയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത് വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞു വരികയായിരുന്നു പ്രതി. കൂടുതൽ ചോദ്യം ചെയ്യലിനായാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൊവ്വന്നൂരിൽ നിന്ന് 67 ഗ്രാം MDMAയും 2 കിലോ ഹാഷിഷ് ഓയിലുമായി 2 പ്രതികളെ പിടികൂടിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. 5 പ്രതികളുള്ള കേസിലെ 5-ാം പ്രതിയാണ് വിദേശ പൗരൻ. പ്രതികൾക്ക് MDMA വിൽപ്പന നടത്തിയ കേസിലാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിദേശ പൗരനെ പിടികൂടിയത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനിയും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സംഘത്തലവനുമാണ് പ്രതി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര കണ്ണമ്പരിയാരം സംസ്ഥാന പാതയിൽ ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന 3 പേർക്കും ടിപ്പർ ലോറിയിലെ ഒരാൾക്കുമാണ് പരിക്കേറ്റത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു അപകടം. കല്ലുകയറ്റി വരികയായിരുന്ന ടിപ്പർ ലോറിയും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ലോറി മറിഞ്ഞു. ലോറിയിലെ കല്ലുകൾ സംസ്ഥാന പാതയിൽ ചിതറിയതോടെ റൂട്ടിലെ ഗതാഗതം അരമണിക്കൂർ തടസ്സപ്പെട്ടു. കാറിന്റെ മുൻഭാഗവും തകർന്നു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
വടക്കാഞ്ചേരി കരുതക്കാട് പള്ളിക്ക് സമീപം മരം കയറ്റിയ ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു. അപകടത്തിൽ ലോറി ഡ്രൈവർക്കും സഹായിക്കും പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. ഇന്നലെ രാത്രി 10:30 സംഭവം. മലപ്പുറത്ത് നിന്ന് പെരുമ്പാവൂരിലേക്ക് മരം കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി കരുതക്കാട് പള്ളിക്ക് സമീപം മറിഞ്ഞത്. ലോഡുമായെത്തിയ ലോറി മറിഞ്ഞതിനെ തുടർന്ന് കഴുതക്കാട് പള്ളിയുടെ മതിലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മറ്റ് യാത്രക്കാരും വാഹനങ്ങളും ഇല്ലാത്തതിനാൽ കൂടുതൽ അപകടമൊഴിവായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരാഞ്ജലി. കുളപ്പുള്ളിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തെ ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അപലപിച്ചു. ആക്രമണത്തിനെതിരെ കുളപ്പുള്ളിയിൽ പ്രവർത്തകർ ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. നമ്മുടെ നാടിന്റെ സുരക്ഷയും സമാധാനവും തകർക്കുന്ന ഭീകരശക്തികൾക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി ഉണരാം. ഭീകരക്കെതിരെ ഞാൻ ഇന്നലകളിൽ നിലകൊണ്ടിട്ടുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി.കെ. ബഷീർ, മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, വി.കെ.പി. വിജയനുണ്ണി, ടി.കെ. ഹമീദ്, വി.കെ. ശ്രീകൃഷ്ണൻ, കെ. കൃഷ്ണകുമാർ, മോഹൻദാസ്, ശിവപ്രകാശൻ മാസ്റ്റർ, പാലൊളി ഹുസൈൻ, മുരളി മാസ്റ്റർ, പ്രേംകുമാർ, ശാന്ത, ശ്രീകലാരാജൻ, ടി. സീന, ശോഭനകുമാരി, പി.എം. മുരളീധരൻ, കൃഷ്ണൻകുട്ടി, ഒ.എം. ഗോപികൃഷ്ണൻ, ലീല, വിജയഭാനു, മനോജ് വിൻസെന്റ്, പ്രേംകുമാർ തങ്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തീവ്രവാദത്തിനെതിരെ പട്ടാമ്പിയിൽ പ്രതിഷേധ ജ്വാല. പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും അക്രമത്തിൽ പ്രതിഷേധിച്ചുമാണ് തൃണമൂൽ കോൺഗ്രസ് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും അക്രമത്തിൽ പ്രതിഷേധിച്ചുമാണ് തൃണമൂൽ കോൺഗ്രസ് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. പ്രകടനമായി എത്തിയായിരുന്നു ജ്വാല. തുടർന്ന് പ്രതിഷേധ പരിപാടി തൃണമൂൽ കോൺഗ്രസ് ജില്ലാ ചീഫ് കോർഡിനേറ്റർ ജിഷാർ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഇല്ലാതാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് തീവ്രവാദികൾ ഇത്തരം ചില പ്രവർത്തനങ്ങൾ രാജ്യത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ രാജ്യത്തിന്റെ രാജ്യസുരക്ഷയിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് ശക്തമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. പെഹൽഗാമിനെ പോലുള്ള ഒരു താഴ്വരയിൽ, അതീവ സുരക്ഷയായി കഴിയുന്ന ഒരു താഴ്വരയിലാണ് രാജ്യം ആഗ്രഹിക്കാത്ത രീതിയിലൊരു ഭീകരാക്രമണം നടന്നിട്ടുള്ളത്. ഇപ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്തരം ചില പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ കാശ്മീരിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കാതെ തെരഞ്ഞെടുപ്പ് പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജില്ലാ കമ്മിറ്റി അംഗം ദേവദാസ് അധ്യക്ഷനായി. അശ്വതി ജോയ് പ്രതിജ്ഞ ചൊല്ലി. റഷീദ് പട്ടാമ്പി, സിദ്ദിഖ് കാരക്കാട് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കശ്മീർ ഭീകരാക്രമണത്തെ സെൻട്രൽ ഗവൺമെൻറ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അപലപിച്ചു. മഞ്ഞക്കാട് ഓഫീസിൽ ചേർന്ന യോഗം കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പ്രസിഡന്റ് സി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എം.ബി. മോഹനചന്ദ്രൻ, ട്രഷറർ പി.വി. ഗോപാലകൃഷ്ണൻ, പി. ആറുമുഖൻ, കെ. കേശവൻ, എൻ. ലോഹിതാക്ഷൻ, എം. കെ. രാമചന്ദ്രൻ, കെ. ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വിശാസികളുടെ രൂപത്തിലുള്ള പറയാവുന്നതാണ് നമ്മുടെ നാട്ടിൽ സങ്കല്പിക്കാൻ പോലുമല്ല പറ്റാത്ത രീതിയിലുള്ള ഈ പ്രവൃത്തികൾ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും അതിൻ്റെ കൂടിയും ദൃശ്യമാധ്യമം കൂടി അത് വിശദമായ രീതിയിൽ കണ്ടതാണ്. ദുഃഖകരമായ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വിഷയം അതിൽ വിവാഹം കഴിഞ്ഞ 6ാം നാൾ ഒരു പെൺകുട്ടി, നമ്മുടെയൊക്കെ മക്കളുടെ പ്രായമുള്ള പെൺകുട്ടിയുടെ മുമ്പിലിട്ട് ആ പെൺകുട്ടിയുടെ ഭർത്താവിന് വെറും 6 ദിവസം മാത്രം കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു പയ്യനെ അതിനിഷ്ഠൂരമായി നിർമ്മിച്ചു കൊല്ലാന്ന് പറഞ്ഞു. കശ്മീർ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിനെതിരെ മങ്കര ശ്രീ ഗണേശ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. മങ്കരയിൽ നിന്നും ആരംഭിച്ച പ്രകടനം വെള്ളറോഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. സമാപന യോഗത്തിൽ
ഗണേശ സമിതി വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ വാങ്കുരിശി അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് സുഭാഷ് മങ്കര ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ശബരി കല്ലൂർ സ്വാഗതവും ട്രഷറർ പ്രശാന്ത് ചാത്തകണ്ഠം നന്ദിയും പറഞ്ഞു. വിമുക്ത ഭടൻ ക്യാപ്റ്റൻ മണി ചെമ്മുക, സുരേഷ് കളത്തിൽ, രജീഷ് പണിക്കർ, രാമദാസ്, KS സുമേഷ് വെള്ളറോഡ്, ഹരികുമാർ കരടിമല എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ഭരണകൂടം കൊടുത്തു. അത് ചെയ്തില്ലെങ്കിൽ അവർ സൂര്യപ്രകാശം കാണണമെങ്കിൽ അടുത്ത ജന്മം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് അവർ ഓർത്താൽ നല്ലത്. അതുകൊണ്ട് ഈ തിരിച്ചടി 100% ഉണ്ടാവും. അതിൽ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ത്യയുടെ കാവൽക്കാരൻ നട്ടലുള്ള നമ്മുടെ മോദിജിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം എത്രയും വേഗം നടപ്പാക്കണമെന്ന് കേരള നോൺ ടീച്ചിംഗ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ. ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിൽ സ്റ്റാഫ് പാറ്റേണിനെ കുറിച്ച് പരാമർശമില്ലെങ്കിലും സ്റ്റാഫ് പാറ്റേൺ ക്രമീകരിക്കണമെന്നും KNTO സംസ്ഥാന ട്രഷറർ VK ജയകുമാർ പാലക്കാട്ടെ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്കൂൾ കോളേജ് തലങ്ങളിലെ നോൺ ടീച്ചിംഗ് സ്റ്റാഫുകൾ അംഗങ്ങളായുള്ള KNTOയുടെ സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 28-29 തീയതികളിൽ പാലക്കാട്ട് നടക്കും. സുഹൃത്ത് സമ്മേളനം, പ്രതിനിധി സമ്മേളനം, യാത്രയപ്പ് സമ്മേളനം എന്നിവയുണ്ടാകും. മന്ത്രിമാരുൾപ്പെടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ സംഘടനാ ഭാരവാഹികളും സമ്മേളനത്തിന്റെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തെ പ്രതിരോധിക്കുന്നതിനൊപ്പം തന്നെ ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കേണ്ടതുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ ഓർഗനൈസേഷൻ സംസ്ഥാന ട്രഷറർ VK ജയകുമാർ പറഞ്ഞു. ലയനത്തോടൊപ്പം സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കൽ, ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ മേഖല ഒരുമിപ്പിക്കുമ്പോൾ മതിയായ ജീവനക്കാരില്ലാത്തൊരു സ്ഥിതിയാണുള്ളത്. ആ ജീവനക്കാരെ അത് KER പരിഷ്കരിക്കണം. അപ്പോൾ ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി KER പരിഷ്കരണം പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് മന്ത്രിക്ക് നിവേദനം കൊടുത്ത് അതിൻ്റെ ഒരു പരിഷ്കരണം, KER പരിഷ്കരണം ഹയർ സെക്കൻഡറി കൂടി വരുന്നതോടുകൂടി KER പരിഷ്കരണം നടത്തണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരാവശ്യം. പിന്നെ അതുപോലെ തന്നെ കോളേജ് മേഖലകളെ, യൂണിവേഴ്സിറ്റികളെ കാവ്യവൽക്കരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കേരളത്തിലൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാവ്യവൽക്കരണത്തിനെതിരെ ശക്തമായ സമര പോരാട്ടങ്ങൾ KNTOയുടെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റ് സംഘടനകളുടെയും FSCTയുടെ സഹായത്തോടുകൂടിയും നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. കാവ്യവൽക്കരണം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യമാണ്. ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി B ശബരിദാസ്, ട്രഷറർ സിറിൽ, വിനോദ് കുമാർ, വൈസ് പ്രസിഡന്റ് A സന്തോഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മണ്ണൂരിലെ പഴയ വില്ലേജ് ഓഫീസ്. പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം കിഴക്കുംപുറത്ത് പ്രവർത്തനം തുടങ്ങിയതോടെയാണ് പഴയ കെട്ടിടം ഉപേക്ഷിക്കപ്പെട്ടത്. കെട്ടിടം സംരക്ഷിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാണ്. ഒരു വർഷത്തോളമായി വില്ലേജിന്റെ പ്രവർത്തനം നിലച്ചതോടെ ചുറ്റും കാട് മൂടി ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറി. ഏകദേശം 38 വർഷം മുമ്പ് സ്ഥാപിച്ച കെട്ടിടമാണിത്. വില്ലേജ് നശിച്ചു പോകാതിരിക്കാൻ പഞ്ചായത്ത് നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. നിലവിൽ മണ്ണൂർ കമ്പനിപ്പടിയിലുള്ള സ്മാർട്ട് വില്ലേജിലേക്ക് എത്തിപ്പെടണമെങ്കിൽ 2 ബസ്സുകൾ കയറേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ 2 വില്ലേജാക്കി മാറ്റി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യവും ശക്തമാണ്. അടഞ്ഞുകിടക്കുന്ന വില്ലേജ് 2ാം വില്ലേജാക്കി മാറ്റി പ്രവർത്തിപ്പിക്കണമെന്ന ഗ്രാമപഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറിയുമായ VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. മണ്ണൂർ പഞ്ചായത്തിലെ ഒട്ടനവധി ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സംഗതിയാണ് കിഴക്കുംപുറം വില്ലേജ് ഓഫീസിലേക്ക് പോവുക എന്നുള്ളത്. 8-9 ബ്ലോക്കായി 2 ബ്ലോക്കായി കിടക്കുന്ന മണ്ണൂർ വില്ലേജിലെ 9 ബ്ലോക്ക് ഈ പഴയ വില്ലേജിൽ പുനഃസ്ഥാപിക്കണമെന്നും 8 കിഴക്കുംപുറത്തേക്ക് മാറ്റി ഈ വില്ലേജ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വില്ലേജിൻ്റെ അവസ്ഥ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി വൈകുന്നേരമായാൽ വളരെ പരിസരവാസികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ പരിസരവാസികളിൽ നിന്ന് പരാതിയായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വില്ലേജ് 9ാം ബ്ലോക്കിൻ്റെ വില്ലേജായി പുനഃസ്ഥാപിച്ച് ഇതിനൊരു മോചനമുണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് നിരവധി തവണ വില്ലേജ് വികസന സമിതി യോഗത്തിലും അതുപോലെ ഒരിക്കൽ മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ വരെ നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SFI പട്ടാമ്പി ഏരിയ സമ്മേളനം പട്ടാമ്പി കൊടലൂരിൽ ചേർന്നു. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിബിൻ രാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 150 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു.
പട്ടാമ്പിക്കടുത്ത് കൊടലൂർ BKM-LP സ്കൂളിൽ വെച്ചായിരുന്നു SFI പട്ടാമ്പി ഏരിയ സമ്മേളനം ചേർന്നത്. SFI ഏരിയ പ്രസിഡന്റ് ജിജീഷ് പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട 150 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിപിൻ രാജ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഏറെ ആവേശത്തോടു കൂടിയും അതോടൊപ്പം വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ വേണ്ടി കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടെ പ്രവർത്തനത്തിനകത്തുൾപ്പെടെ വരുത്തിക്കൊണ്ടാണ് ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനത്തിനകത്ത് നമ്മൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട്, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ. ഹൃദുജ അനുശോചന പ്രമേയവും ഡോക്ടർ ഹരിദാസൻ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. SFI ഏരിയ പ്രസിഡന്റ് ജിജീഷ് അധ്യക്ഷത വഹിച്ചു. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, AV സുരേഷ്, P വിജയകുമാർ, KC ഷാജിമോൻ, SFI ജില്ലാ പ്രസിഡന്റ് അഭിഷേക്, അനുജ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചർച്ച, പ്രമേയ അവതരണം, പുതിയ ഏരിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ജില്ലാ വനിതാ സാഹിതി കുഴൽമന്ദം മേഖലാ വായനാക്കൂട്ടം കോട്ടായി ഐലം ഗ്രാമത്തിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ CP ചിത്ര ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ നിങ്ങൾ കൂടിയിരിക്കുന്നത് കുറച്ച് പേരാണ്. സമാനഹൃദയരായ മനുഷ്യരെ ഒന്നിച്ചു ചേരുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ കൂട്ടായ്മകളെയും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന പെരിങ്ങോട്ടുകുരിശിയിലെ സരസ്വതിയുടെ സ്തോറാകർണൻ എന്ന നോവലും K ദാമോദരന്റെ പ്രസിദ്ധ നാടകം പാട്ടബാക്കിയും ചർച്ച ചെയ്യപ്പെട്ടു. പുകാസ ജില്ലാ സെക്രട്ടറി ശാന്തകുമാരൻ മാസ്റ്റർ പാട്ടബാക്കി എഴുതുന്ന കാലഘട്ടത്തെ സാമൂഹ്യാവസ്ഥയെക്കുറിച്ച് വിവരിച്ചു. വനിതാ സാഹിതി ജില്ലാ സെക്രട്ടറി MN ലതാദേവി മുഖ്യപ്രഭാഷണം നടത്തി. ലളിത മധു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ട്രഷറർ രേണുകാദേവി നന്ദി പറഞ്ഞു. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞലക്ഷ്മി, പഞ്ചായത്തിലെ വനിതാ ജനപ്രതിനിധികൾ, കോട്ടായി പാട്ടുകൂട്ടാംഗങ്ങൾ, വിവിധ മേഖലയിലെ വനിതാ സാഹിതി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടായി. ലോക മലമ്പനി ദിനത്തോടനുബന്ധിച്ച് മംഗല ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി രക്തനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. EP സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ പുഷ്പരാജി, JHAമാരായ രാജേഷ്, നിഷ, ആരോഗ്യ പ്രവർത്തകർ, വാർഡംഗം വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഷൊർണൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് നേതൃയോഗം KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികൾ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ, ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ, പോഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തെ യോഗം അപലപിച്ചു. ബാലസംഘം പട്ടാമ്പി ഏരിയ വേനൽത്തുമ്പി കലാജാഥ സമാപിച്ചു. 5 ദിവസങ്ങളിൽ ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയ ജാഥ വാടാനംകുറിശി മേച്ചിത്തറയിലാണ് സമാപിച്ചത്. വാടാനംകുറിശി മേഞ്ചിത്തറയിൽ കഴിഞ്ഞ രാത്രിയാണ് വേനൽത്തുമ്പി കലാജാഥയ്ക്ക് സമാപനമായത്. സമാപന വേദിയിലേക്ക് ജാഥയ്ക്ക് ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു. വേനൽത്തുമ്പികളുടെ നാടകവും മറ്റ് കലാപരിപാടികളും സമാപന ചടങ്ങിനെ മാറ്റുകൂട്ടി. സമാപന സമ്മേളനം ബാലസംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അശ്വതി ഉദ്ഘാടനം ചെയ്തു. അവരെന്തിനാ അവിടെ എത്തിയിട്ടുള്ളത്? നിങ്ങളെ കാണാനാ? ആണോ? കാണാനല്ലേ? അവർക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയാണ്ട് അല്ലേ? എന്തൊക്കെയോ പറയാണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് വേനൽത്തുമ്പികൾ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത്. അപ്പോൾ ബാലസംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് വേനൽത്തുമ്പി എന്ന് പറയുന്നത്. ബാലസംഘം എന്താണെന്നറിയോ? കുട്ടികളുണ്ടോ? ഉണ്ടോ? എന്താ ബാലസംഘം? ഇവിടെ കൈകൊട്ടിക്കളി കളിച്ചവരൊക്കെ ഭയങ്കര ആവേശമായിട്ട് കളിച്ചു. കളിച്ചതിനൊക്കെ നിങ്ങൾക്ക് ക്ഷീണായോ? നിങ്ങൾക്ക് ആവേശമില്ലാത്ത എന്താ ബാലസംഘം? യോഗത്തിൽ ഫിദൽ അധ്യക്ഷത വഹിച്ചു. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ സമ്മാന വിതരണം നടത്തി. പ്രകാശൻ, രശ്മി ഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ബാലസംഘം വാടാനംകുറിശി വില്ലേജ് കമ്മിറ്റിയാണ് സമാപന സമ്മേളനം സംഘടിപ്പിച്ചത്. വല്ലാതെ മോഹമുണർന്നു മൈതിരിയെ കട്ട
ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി BRCയിൽ ഐലാബ് പഠന സാമഗ്രികളുടെ വിതരണം നടന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരള, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്നിവ സംയുക്തമായി നടപ്പിലാക്കുന്ന സ്റ്റാർസ് ഇൻ്റഗ്രേറ്റഡ് ലാബ് പദ്ധതിയുടെ ഭാഗമായാണ് സാമഗ്രികൾ വിതരണം ചെയ്തത്. 5, 6, 7 ക്ലാസ്സുകളിലെ വ്യത്യസ്ത പഠന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായ ഇലക്ട്രോണിക്സ്, കെമിക്കലുകൾ, ലാബ് ഉപകരണങ്ങൾ, വിവിധ മോഡലുകൾ, സുരക്ഷിത ഉപകരണങ്ങൾ, ടൂൾസുകൾ എന്നിവ ഉൾപ്പെടുന്ന 113 ഇനങ്ങളും സ്റ്റോറേജ് ഫർണിച്ചറുകളുമാണ് വിതരണം ചെയ്തത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരള, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്നിവ സംയുക്തമായി നടപ്പിലാക്കുന്ന സ്റ്റാർസ് ഇൻ്റഗ്രേറ്റഡ് ലാബ് പദ്ധതിയുടെ ഭാഗമായാണ് പട്ടാമ്പി BRC പരിധിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പൊതുവിദ്യാലയങ്ങൾക്ക് ഐലാബ് പഠനോപകരണങ്ങൾ നൽകിയത്. പട്ടാമ്പി BRCയിൽ നടന്ന വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. നമ്മുടെ പട്ടാമ്പി നഗരസഭയിലെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ പ്രഖ്യാപനം നടത്തുകയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ഉപകരണ വിതരണം നടക്കുന്നത്. നമുക്ക് ഇന്ന് പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഒരു എന്താ പറയുക പ്രവർത്തനത്തിലൂടെ അവർക്കൊരു വരുമാന മാർഗവും കൂടി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ വിവിധ ഇനം പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു. നമുക്കറിയാം അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ വലിയ പദ്ധതി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികൾക്ക് ഇന്ന് ബൾബ് ഉണ്ടാക്കുന്നത് അടക്കം അവർ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അവർക്ക് ഭാവിയിലേക്ക് അവർ മുതൽക്കൂട്ട് കൂടിയാണ്. അപ്പൊ അത്തരത്തിൽ അവരെല്ലാം ഇന്ന് കണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിഷ്വലായിട്ട് എല്ലാം വിഷ്വലായിട്ടാണ് അവർ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ VP മനോജ്, ട്രെയിനർ TK സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ, BRC അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു. നീലക്കുറിഞ്ഞി ജൈവ പഠനോത്സവം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ നവകേരളം കർമ്മ പദ്ധതി പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ P സൈദലവി മുഖ്യാതിഥിയായി പങ്കെടുത്തു. BDO PP പ്രിയ സ്വാഗതവും പറഞ്ഞു. തീമാറ്റിക് എക്സ്പെർട്ട് നിഷ വീഡിയോ പ്രസന്റേഷൻ നടത്തി. മത്സരം മാസ്റ്റർ മുഹമ്മദ് മൂസ നിയന്ത്രിച്ചു. 29-ാം തീയതി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കുന്ന ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് യോഗ്യത നേടിയ 4 പേരെ തിരഞ്ഞെടുത്തു. K ലാലു നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കിള്ളിക്കാവുകളിൽ പൂരം സുവർണശോഭയായി. കണിയമ്പുറം, മനശ്ശേരി, പുലാച്ചിത്ര കിള്ളിക്കാവുകളിലെ പൂരാഘോഷത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. കണ്ണിയമ്പുറം, മനശ്ശേരി, പുലാച്ചിത്ര കിള്ളിക്കാവുകൾ പൂരത്തിന്റെ ലഹരിയിലമർന്നു. കണ്ണിയമ്പുറം കിള്ളിക്കാവിൽ പൂതൻതിറകളുടെ കാവുതൊഴിലോടെ പൂരക്കാഴ്ചകൾ ഉണർന്നു. കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരുടെ പ്രാമാണ്യത്തിൽ പാണ്ടിമേളം, ക്ഷേത്രനടയിൽ പറവെപ്പ് എന്നിവയുണ്ടായി. തുടർന്ന് പാറേക്കോട്ട് മനയിലേക്കുള്ള എഴുന്നള്ളിപ്പ് തുടങ്ങി. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവതിക്കാവിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. തട്ടകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പൂരങ്ങളും പിന്നാലെ എത്തി. മേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു കൂട്ടിയെഴുന്നള്ളിപ്പ്. കുളപ്രദക്ഷിണം, ഇറക്കിയെഴുന്നള്ളിപ്പ്, വെടിക്കെട്ട്, ഇരട്ടത്തായമ്പക, കൂത്തുമാടം കൊട്ടിക്കയറൽ, താലമെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, മേളം, ഇടയ്ക്ക പ്രദക്ഷിണം എന്നിവ നടന്നു. മനശ്ശേരി കിള്ളിക്കാവിൽ വെള്ളിയാഴ്ച രാവിലെ പഞ്ചവാദ്യത്തോടെ പൂരാഘോഷങ്ങൾ തുടങ്ങി. പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. ഊഴമനുസരിച്ച് പൂതൻതിറകളും കാളകളും വാദ്യങ്ങളും വേഷങ്ങളും തലപ്പൊക്കമുള്ള ഗജനിരയുടെ കൂട്ടിയെഴുന്നള്ളിപ്പും വെടിക്കെട്ടുമുണ്ടായി. പഞ്ചതായമ്പകയും പൂരാഘോഷത്തിന് പ്രൗഢി പകർന്നു. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവിൽ അനുഷ്ഠാന കലാരൂപങ്ങളായ പൂതൻതിറകളുടെ കാവുതീണ്ടലോടെ തട്ടകം ആഘോഷ നിറവിലായി. സോപാന സംഗീതം, പഞ്ചാരിമേളം എന്നിവയും പ്രഭാത വിരുന്നായി. ഊഴമനുസരിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേലകൾ വൈകിട്ട് തിരുമുറ്റത്തെത്തി. കൂട്ടിയെഴുന്നള്ളിപ്പ്, കരിമരുന്ന് പ്രയോഗം, ഇരട്ടത്തായമ്പക, നാടകം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലക്കിടി മുന്നുണിക്കാവ് പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തിസാന്ദ്രമായി. ആഘോഷത്തിന്റെ ഭാഗമായി തായമ്പക, മേളം, പഞ്ചാരിമേളം, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു.
വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഗമിച്ച വേലകൾ മനോഹരമായി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. ക്ഷേത്ര ആചാര ചടങ്ങുകൾക്ക് പനാവൂർ മനക്കൽ നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. തേനൂർ കോളയംകോട്ട് ഭഗവതി ക്ഷേത്രത്തിനു മുന്നിലെ തകർന്ന ബണ്ടും ബാത്റൂമും പുനഃസ്ഥാപിക്കുന്നതിനായി ഭക്തരും ക്ഷേത്ര സംരക്ഷണ സമിതിയും രംഗത്ത്. കഴിഞ്ഞ കാലവർഷത്തിന്റെ കുത്തൊഴുക്കിൽ മലമ്പുഴ കനാൽ ദിശ മാറി ഒഴുകിയതിനാലായിരുന്നു ക്ഷേത്രത്തിന് മുന്നിലെ ബണ്ടും ബാത്റൂമും തകർന്നത്. 10 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 2010 കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിന്റെ മുൻവശത്ത് സംരക്ഷണ മതിൽ നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷത്തെ മലമ്പുഴ കനാലിന്റെ ഗതിമാറ്റം ക്ഷേത്രത്തിന്റെ നിലനിൽപ്പ് പോലും അപകടാവസ്ഥയിലാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുന്നിൽ ഭൈരവസ്വാമി ഇരിക്കുന്ന ഭാഗവും തകർന്നിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും തകർന്ന ബണ്ട് പുനഃസ്ഥാപിക്കാനും ഭക്തരും ക്ഷേത്രസമിതിയും ഒരു മനസ്സോടെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഭക്തരുടെ നിർലോഭമായ സഹായം കൊണ്ടും ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് മാത്രമാണ് നാളിതുവരെയും മുന്നോട്ട് പോയിട്ടുള്ളതെന്നും ഇക്കാര്യത്തിലും ഭക്തരുടെ നിർലോഭമായ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കോളയംകോട്ട് ഭഗവതി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ നാരായണൻകുട്ടിയും പ്രവർത്തകരും പറഞ്ഞു. കോളയംകോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ സൈഡ് നമ്മൾ നല്ല 2010-11 സമയത്ത് നന്നായി കെട്ടി കരിങ്കല്ല് വെച്ച് കെട്ടി ഫിനിഷ് ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ കനാല് വെള്ളം തിരിഞ്ഞു വന്ന് കംപ്ലീറ്റ് ഇടിഞ്ഞ് നമുക്ക് ഇവിടുന്ന് മൊത്തം ഭാഗം നമ്മുടെ ഇതെല്ലാം ഇടിഞ്ഞു പോയിരിക്കുന്ന സ്ഥലം. അതൊന്ന് നമുക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് അത് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ഈ ഭാഗം അമ്പലത്തിൻ്റെ ഈ ഭാഗങ്ങൾ ഇനിയിപ്പോൾ ഗുരു ഭൈരവൻ ഇരിക്കുന്ന ആ ഭാഗമൊക്കെ ഇടിയാനുള്ള സാധ്യതയുണ്ട് ഈ മഴക്കാലം വരുമ്പോഴേക്കും. അതിന് വേണ്ട എന്തെങ്കിലും എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്ന് ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കിട്ടാനുള്ള നടപടികൾ എന്തെങ്കിലും അതൊരു ഇത് ഉണ്ടാവണമെന്ന്. ഗംഭീരമായി ദേശത്തിൻ്റെ ഒരു കാവൽക്കാരിയായിട്ടുള്ള ദേവതയാണ്. ആ ദേവതയുടെ മുന്നിൽ നമ്മൾ വർഷം തോറും വേല ഇവിടെ കഴിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ 2010-11 നമ്മളിതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം പാടം ആയത് കാരണം ആ സൈഡ് കെട്ടി വൃത്തിയാക്കി ചെയ്തതാണ്. ഇവിടുത്തെ ഭക്തജനങ്ങളുടെയും എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടിയിട്ടാണ് അത് ചെയ്തത്. കഴിഞ്ഞ കാലവർഷത്തിൽ കനാല് മലമ്പുഴ ഇറിഗേഷൻ്റെ കനാല് വർക്ക് ചെയ്യുന്നതിൽ ഈ പറഞ്ഞമാതിരി അതിൻ്റെ സ്ലാവിട്ട ഭാഗങ്ങളിൽ മണ്ണെടുക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കഴിയാതെ വന്നതിൻ്റെ ഇതിലായിട്ട് ഇറിഗേഷൻ കനാലിൽ വരുന്ന വെള്ളം പെട്ടെന്ന് കാലവർഷത്തിൽ വരുന്ന ശക്തിയായ വെള്ളം നേരെ ദിശ മാറി കാവിൻ്റെ സൈഡിൽ കൂടി വന്നു. അങ്ങനെ വന്ന് ഈ കെട്ടെല്ലാം തള്ളിപ്പോയിരിക്കുകയാണ്. പഞ്ചായത്ത് അംഗം സന്തോഷ്, ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റി സെക്രട്ടറി കൃഷ്ണകുമാർ, റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ, സുരേഷ് കുമാർ, ശ്രീനിവാസൻ എന്നിവരും ക്ഷേത്രസന്നിധിയിൽ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുളപ്പള്ളി KMIC ഹൈസ്കൂളിൽ ചിറക് വേനൽക്കാല ക്യാമ്പ് ആരംഭിച്ചു. ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് ഉദ്ഘാടനം ചെയ്തു. നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്താണ് വരുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുക, പറയുന്ന കാര്യങ്ങൾ ക്യാമ്പിൽ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നല്ലൊരു എൻജോയബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഇതിൽ നിന്നും ചെറിയ ചെറിയ ഭാഗങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക. വലിയ കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മുന്നോട്ടുള്ള ജോലിക്ക് ഇത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ സ്വന്തം ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഉദ്ഘാടന ചടങ്ങിൽ KMC ഹൈസ്കൂൾ അക്കാഡമിക് കോർഡിനേറ്റർ മുഹമ്മദ് യാസീൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TM യൂസഫ്, വൈസ് പ്രസിഡന്റ് TK ഹമീദ്, പ്രിൻസിപ്പാൾ T ഭവ്യ, TH ഫിറോസ് ബാബു, TY ഷിഹാബുദ്ദീൻ, T പ്രകാശൻ, KP ജസീന, VS ദീപ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്യാമ്പ് 30-ന് സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം സ്പോർട്സ് കാർണിവലിൻ്റെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കും. പാലക്കാട് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ 28, 29, 30 തീയതികളിലാണ് ടൂർണമെൻറ്റ് നടക്കുകയെന്ന് KIF പ്രസിഡന്റ് K സജീവ് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ 24 കമ്പനികളെ പ്രതിനിധീകരിച്ച് 24 ടീമുകൾ പങ്കെടുക്കുമെന്ന് KIF പ്രസിഡന്റ് K സജീവ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് സ്പോർട്സ് കാർണിവൽ സംഘടിപ്പിക്കുന്നത്. ടെന്നീസ്, ഫുട്ബോൾ മത്സരങ്ങൾക്ക് ശേഷമാണ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തുന്നത്. വിജയിക്കുന്ന ടീമിന് 40,000 രൂപയും ട്രോഫിയും, റണ്ണറപ്പിന് 20,000 രൂപയും ട്രോഫിയും നൽകും.
25,000-ലധികം തൊഴിലാളികളുള്ള കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ലഹരി ഉപയോഗം കൂടുതലാണ്. ലഹരി ഉപയോഗം തൊഴിലിടങ്ങളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇതിനെതിരെയുള്ള ബോധവൽക്കരണം ശക്തമായി നടത്തുന്നുണ്ടെന്നും സജീവ് കുമാർ പറഞ്ഞു. ഒരു സ്പോർട്സ് കാർണിവൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഫുട്ബോൾ ഓൾറെഡി കഴിഞ്ഞു, ഷട്ടിൽ ടൂർണമെൻറ്റ് കഴിഞ്ഞു. ലാസ്റ്റ് ഞങ്ങളിപ്പം ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നാളെ തിങ്കളാഴ്ച 28, 29, 30 തീയതികളിൽ പിന്നെ വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ ഡേ ആൻഡ് നൈറ്റ് മത്സരമാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഞ്ചിക്കോടിൻ്റെ പ്രമുഖ കമ്പനികൾ 24 കമ്പനികൾ തമ്മിൽ ടീമുകളുണ്ട്. ഒരു വളരെ ആവേശകരമായിട്ടുള്ള ഒരു മത്സരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നടത്തിയത് അഹല്യ ഗ്രൗണ്ടിലായിരുന്നു. സെക്രട്ടറി കെ ഹരിദാസ്, വൈസ് പ്രസിഡന്റുമാരായ കിരൺകുമാർ, കെ കുട്ടികൃഷ്ണൻ, CH അരുൺദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. SSF പട്ടാമ്പി ഡിവിഷൻ സ്ഥാപകദിന പരിപാടികൾ ഏപ്രിൽ 29-ന് വ്യത്യസ്തമായ പരിപാടികളോടെ നടക്കും. SSF 53-ാം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് SSF ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SSF 53-ാമത് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ഡിവിഷനുകളിലും വിദ്യാർത്ഥി റാലിയും ഡിവിഷൻ സമ്മേളനങ്ങളും നടന്നുവരികയാണ്. SSF ലഹരിവിരുദ്ധ സമ്മേളനങ്ങൾ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏപ്രിൽ 29-ന് ചൊവ്വാഴ്ച SSFന്റെ പട്ടാമ്പി ഡിവിഷൻ സ്ഥാപകദിന പരിപാടികൾ സംഘടിപ്പിക്കും. സമ്മേളനം SYS പാലക്കാട് ജില്ലാ ഉപാധ്യക്ഷൻ യൂസഫ് സഖാഫി വിളയൂർ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് ജില്ലാ സെക്രട്ടറി ജുനൈദ് സഖാഫി ആലത്തൂർ, എക്സിക്യൂട്ടീവ് അംഗം ജംഷീർ സഖാഫി നെടുങ്കോട്ടൂർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. ആഘോഷം നേരത്തെ പറഞ്ഞതുപോലെ സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി, ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിലാണ് SSFന്റെ 53-ാമത് സ്ഥാപക ദിനം നടക്കുന്നത്. നമ്മുടെ പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ കീഴിൽ മേലെ പട്ടാമ്പിയിൽ നിന്ന് ആരംഭിച്ച് കരിപ്പുള്ളിയിൽ സമാപിക്കുന്ന റാലി 4:30 മേലെ പട്ടാമ്പിയിൽ നിന്ന് ആരംഭിച്ച് കരിപ്പുള്ളിയിൽ വിദ്യാർത്ഥി റാലി സമാപിക്കുകയും കരിപ്പുള്ളിയിൽ വെച്ച് ഡിവിഷൻ സമ്മേളനം നടത്തപ്പെടുകയും ചെയ്യുകയാണ്. സെറ്റിംഗ് ഹ്യൂമാനിറ്റി എന്ന വിഷയത്തിൽ പ്രമേയത്തിൽ നടത്തുന്ന ഡിവിഷൻ സമ്മേളനം SYS പാലക്കാട് ജില്ലാ ഉപാധ്യക്ഷൻ യൂസഫ് സഖാഫി വിളയൂർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ നസറുദ്ദീൻ കാരക്കാട്, അബ്ദുള്ള അദനി വല്ലപ്പുഴ, ജൗഹർ ഹസനി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ മാനസ ദേശീയ സാംസ്കാരികോത്സവം 11 തീയതികളിൽ ഷൊർണൂർ KVR ഹൈസ്കൂളിൽ നടക്കും. 9-ന് കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ അനന്തകൃഷ്ണൻ കൾച്ചറൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 9-ന് വൈകുന്നേരം 4:30-നാണ് അരങ്ങുണരുക. പഞ്ചാരി മേളത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. പിന്നൽ തിരുവാതിരയ്ക്ക് ശേഷം 6:30-നാണ് ഉദ്ഘാടന സമ്മേളനം. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ അനന്തകൃഷ്ണൻ നാഷണൽ കൾച്ചറൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സംഗീത കച്ചേരി, കേരള നടനം, സെമി ക്ലാസിക്കൽ ഡാൻസ്, മോഹിനിയാട്ടം, ഭരതനാട്യം, തിരുവാതിരക്കളി എന്നിവയുണ്ടാകും. രാത്രി 9:30-യോടെ ആദ്യ ദിന പരിപാടികൾക്ക് സമാപനമാകും. മെയ് 10-ന് തുകിലുണർത്തുപാട്ട്, വെസ്റ്റേൺ മ്യൂസിക്, ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികൾ, വിവിധ നൃത്ത ഇനങ്ങൾ, ഗസൽ എന്നിവ അരങ്ങിലെത്തും. 11-ന് സമാപന സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നടക്കും. മാനസ കൾച്ചറൽ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ 4ാമത് ഫെസ്റ്റാണ് ഷൊർണൂരിൽ സംഘടിപ്പിക്കുന്നത്. വളരെ വിപുലമായിട്ടുള്ള രീതിയിലാണ് ഇത്തവണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മണികണ്ഠൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ ആവശ്യമായ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് മെയ് മാസം 9, 10, 11 തീയതികളിലായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റാണ് നഗരസഭയിൽ നടക്കുന്നത്. നമ്മുടെ നാടിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു കൾച്ചറൽ ഇവൻ്റ് കൂടിയാണ് ഈ 3 ദിവസവും നമ്മുടെ ഷൊർണൂരിൽ അരങ്ങേറുന്നത്. പ്രധാനമായിട്ട് നമുക്ക് കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ മോഹിനിയാട്ട പുരസ്കാരം, ലാസ്യമുദ്ര എന്ന പേരിലുള്ള മോഹിനിയാട്ട പുരസ്കാരം, അത് റഷീജ ഗോപിനാഥനാണ് ഇത്തവണ കൃത്യമായിട്ട് ഈ ചടങ്ങിൽ വെച്ച്.
വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ്, മുൻ ചെയർമാൻ എം നാരായണൻ, കലാമണ്ഡലം പ്രസന്ന, BR ശ്രീകുമാർ, ശശികുമാർ വേണാട്ട്, വി വേണുഗോപാലൻ, മണികണ്ഠൻ മാനസ, അലി പള്ളം, രാമകൃഷ്ണൻ മാസ്റ്റർ, പ്രസാദ് ഷൊർണൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റലി. ഭൂമിക്കപ്പുറത്തേക്ക് ജീവന്റെ തുടിപ്പ് തേടിയുള്ള അന്വേഷണത്തിലാണ് ഇന്നും ശാസ്ത്രലോകം. ഇതിനിടെ ഭൂമിയിൽ നിന്ന് 124 പ്രകാശവർഷം അകലെ ലിയോ നക്ഷത്ര സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന K2-18b എന്ന ഭീമൻ ഗ്രഹത്തിൽ ജീവന്റെ സാധ്യതയ്ക്കുള്ള ശക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഭൂമിയിലല്ലാതെ ജീവനുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മാറ്റലിലേക്ക്. ഭൂമിക്കപ്പുറത്തേക്ക് ജീവന്റെ തുടിപ്പ് തേടിയുള്ള അന്വേഷണത്തിലാണ് ഇന്നും ശാസ്ത്രലോകം. നമുക്കറിയാം, ഇപ്പോൾ K2-18b എന്ന ഭീമൻ ഗ്രഹത്തിൽ ജീവന്റെ സാധ്യതയ്ക്കുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഭൂമിയിലല്ലാതെ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ജലാംശത്തിൻ്റെയും മൂലകങ്ങളുടെയും സാന്നിധ്യം ചന്ദ്രനിലടക്കം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സുനിത വില്യംസ് എന്ന വ്യക്തി 9 മാസം ബഹിരാകാശ നിലയത്ത് കഴിഞ്ഞു. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നതനുസരിച്ച് മറ്റ് ഗ്രഹങ്ങളിലും ജീവമണ്ഡലം കണ്ടെത്താൻ കഴിയും. അതിനുവേണ്ടി നമുക്ക് ബന്ധങ്ങൾ വ്യാപിപ്പിക്കാൻ കഴിയും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ബിയോണ്ട് എർത്ത് ലൈഫ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമ്മുടെയൊക്കെ കാലത്ത് ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും ലെജൻഡ് എന്ന് വിളിക്കാവുന്ന സയൻറ്റിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ്. അദ്ദേഹത്തിനോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരവുണ്ട്, ഇറ്റ്സ് നോട്ട് പോസിബിൾ ബട്ട് ഇറ്റ്സ് പ്രോബബിൾ. അതായത് ഇത് ഭൂമിയുടെ അപ്പുറത്തേക്കൊരു ലൈഫ് ഉണ്ട് എന്നുള്ളത് ഒരു സാധ്യമായിട്ടുള്ള കാര്യമില്ല, അത് നടക്കുന്നൊരു കാര്യം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. കാരണം ഭൂമി എന്ന് പറയുന്നത് സൗരയൂഥത്തിലെ ഒരു പ്ലാനറ്റാണ്, ഒരു ഗ്രഹമാണ്. ആ ഗ്രഹം പോലെ തന്നെ 100 കണക്കിന് ഗ്രഹങ്ങൾ ചേർന്ന, 100 കണക്കിന് സൗരയൂഥങ്ങൾ ചേർന്ന, 100 കണക്കിന് ഗാലക്സികൾ. സൗരയൂഥം നിലനിൽക്കുന്നത് ഗാലക്സികളിലാണ്. ഗാലക്സികൾ ചേർന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. സോ ഈ ഭൂമിയിൽ ഒരു പൊടി പോലുള്ളൊരു ഭൂമിക്ക് അതേപോലെ ഉള്ളൊരു ഗ്രഹം അപ്പുറത്ത് ഉണ്ടാവും എന്നുള്ളത് ഏറെക്കുറെ എല്ലാ ശാസ്ത്രജ്ഞരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ പോലെ ആവണമെന്നില്ല, പക്ഷെ ജീവൻ്റെ ഒരു കണിക ലോകത്തിൻ്റെ ഏതെങ്കിലും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. അമേരിക്കയിലെ ഒരു കാഴ്ചപ്പാടാണത്. അവരാണ്, നാസയാണ് ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഉണ്ട് എന്നുള്ളൊരു സങ്കല്പമാണ് അമേരിക്കയിലുള്ളത്. നമ്മൾ യൂട്യൂബിലൊക്കെ അനവധി കാണാം, അന്യഗ്രഹ വാഹനങ്ങളെയും മറ്റതും കണ്ടു എന്നുള്ള ഇതിങ്ങനെ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്താൽ കാണാം. ഇത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്. അതിപ്പോൾ നമുക്ക് മുഴുവൻ പറയാൻ കഴിയില്ല. നാസയാണ് അതിന് വളരെയധികം ധനം ചെലവഴിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ അപ്പുറത്ത് വേറൊരു സ്ഥലത്ത് വളരെ നമ്മളെക്കാൾ പരിഷ്കൃതരായിട്ടുള്ള ഒരു സമൂഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ദൃഢമായി വിശ്വസിക്കുന്ന നിരവധി ആളുകൾ അമേരിക്കയിലുണ്ട്. അതിനെ ചൊല്ലിയിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇത് വെറും ഒരു സങ്കല്പമാണ് അല്ലെങ്കിൽ ഒരു മിത്താണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ 100% ഇത് ഉണ്ട് എന്ന് 100% നമുക്ക് വിശ്വസിക്കാനും കഴിയാത്ത അവസ്ഥയാണ്. എന്തായാലും കാലം തെളിയിക്കും. ചിലപ്പോൾ 2 തലമുറ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ തലമുറ ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണമോ അല്ലാതെ ഇല്ല എന്നുള്ള സ്ഥിരീകരണം ഏതെങ്കിലും ഒന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാർ തീരുമാനിച്ച പദ്ധതിക്ക് CPM എതിര്. പരസ്യമായി രാജ്യഭീഷണി മുഴക്കി ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ പ്രകോപിതയായത്. ചിറ്റൂർ പുഴപ്പാലത്ത് കക്കൂസ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ CPM പ്രാദേശിക നേതൃത്വം നിലയുറപ്പിച്ചതോടെ പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന് സുരക്ഷ കൂട്ടി. കമാൻഡോസിനെ നിയോഗിക്കുമെന്ന് DGP. ആന്റി ഡ്രോൺ സിസ്റ്റവും നടപ്പാക്കും. ശോഭാ സുരേന്ദ്രന്റെ വീടിന്റെ പരിസരത്ത് പൊട്ടിയത് ഗുണ്ട്. സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. സംഭവത്തിന് പിന്നിൽ ഗുണ്ട് പൊട്ടിയ വീട്ടിലെ യുവാവിന്റെ സുഹൃത്തുക്കൾ. ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണമല്ലെന്ന് പോലീസ്. സംസ്ഥാനതല പട്ടയമേളയ്ക്ക് സംഘാടക സമിതിയായി. മേള മെയ് 8 പാലക്കാട്ട്. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ പട്ടയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ മന്ത്രി കെ കേളുവിന്റെ പാലക്കാട് മെഡിക്കൽ കോളേജ് സന്ദർശനം. കരാറുകാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിയുടെ ശകാരം. കൊറിയർ മുഖേന 4 കിലോ കഞ്ചാവ് അയച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. അറസ്റ്റിലായത് മുതലമട സ്വദേശി ആഷിഖ് അലി.
MDMA കേസിൽ അറസ്റ്റിലായ വിദേശ പൗരനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. പട്ടാമ്പിയെ വൈജ്ഞാനിക മണ്ഡലമാക്കാനുള്ള പരിശ്രമം തുടരുന്നു. MLAയുടെ നേതൃത്വത്തിൽ മുളങ്ങുന്നുത്തുക വക്കീലയിൽ പ്രത്യേക യോഗം ചേർന്നു. ഒരു അസംബ്ലി മണ്ഡലത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കാനുള്ള നടപടികൾ രാജ്യത്ത് ഇതാദ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.